നമസ്കാരം. ഡെയിലി ന്യൂസ് ശുഭദിനത്തിലേക്ക് സ്വാഗതം. നമുക്ക് സന്തോഷമുണ്ടാകണമെങ്കിൽ നാം മറ്റുള്ളവരോട് കാരുണ്യം കാണിക്കണം. മറ്റുള്ളവർക്ക് സന്തോഷമുണ്ടാകണമെങ്കിലും നാം അവരോട് കാരുണ്യം കാണിക്കണം. ഇന്നത്തെ ശുഭദിന ചിന്തയിലേക്ക്. ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത്വേണി ഹെയർ എലിക്സിയർ. നാടെങ്ങും പട്ടിണിയിലായ ഒരു തണുപ്പുകാലം. ന്യൂയോർക്കിലെ ഒരു രാത്രി കോടതിയിലെ പ്രതിക്കൂട്ടിൽ വൃദ്ധയായ ഒരു സ്ത്രീ കീറിപ്പറഞ്ഞ വസ്ത്രം ധരിച്ചിരിക്കുന്നു. വിറയാർന്ന ശബ്ദത്തിൽ അവർ ന്യായാധിപനോട് പറഞ്ഞു, ഞാൻ റൊട്ടി മോഷ്ടിച്ചു എന്ന കാര്യം സത്യമാണ്. വിശന്നു വലഞ്ഞു കരഞ്ഞ എൻ്റെ പേരക്കുട്ടികൾക്ക് വേണ്ടിയാണ് ഞാനത് ചെയ്തത്. അവരുടെ അമ്മയാകട്ടെ ശരീരം തളർന്ന് കിടപ്പുമാണ്. എനിക്ക് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് റൊട്ടി മോഷ്ടിക്കേണ്ടി വന്നത്. എന്നാൽ ബേക്കറി ഉടമയാകട്ടെ തൻ്റെ അയൽവാസി കൂടിയായ ഈ സ്ത്രീ തന്നോട് വിശ്വാസവഞ്ചന കാണിച്ചു എന്നും റൊട്ടി മോഷ്ടിച്ച ഇവരെ മാതൃകാപരമായി ശിക്ഷിക്കണമെന്നും വാദിച്ചു. ന്യായാധിപൻ ആ സ്ത്രീക്ക് $10 പിഴ വിധിച്ചു. പിഴ ഒടുക്കിയില്ലെങ്കിൽ 10 ദിവസം തടവിൽ കിടക്കണം. വിധി കേട്ടയുടനെ ആ സ്ത്രീ പൊട്ടിക്കരഞ്ഞു. $10 പോയിട്ട് $1 പോലുമെങ്കിലും കയ്യിലുണ്ടായിരുന്നെങ്കിൽ എനിക്ക് റൊട്ടി മോഷ്ടിക്കേണ്ടി വരികയില്ലായിരുന്നു. ഞാൻ ജയിലിൽ പോയാൽ എൻ്റെ പേരക്കുട്ടികളെ ആര് നോക്കും? അവർ വിതുമ്പിക്കൊണ്ടേയിരുന്നു. എന്നാൽ ശിക്ഷ വിധിച്ചയുടനെ ന്യായാധിപൻ തൻ്റെ പോക്കറ്റിൽ നിന്ന് $10 എടുത്ത് കോടതി ജീവനക്കാരനെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, ഈ തുക ഇവരുടെ പിഴയായി വരവ് വെച്ചുകൊള്ളുക. അതോടൊപ്പം ആ നഗരത്തിന്റെ മേയർ കൂടിയായ ന്യായാധിപൻ കോടതി മുറിയിൽ കൂടിയവരോടായി പ്രസ്താവിച്ചു, നമ്മുടെ നഗരത്തിൽ തൻ്റെ പേരക്കുട്ടികളെ വിശപ്പകറ്റാൻ ഒരു അമ്മൂമ്മയ്ക്ക് റൊട്ടി മോഷ്ടിക്കേണ്ട ഗതികേട് വന്നുവെങ്കിൽ നഗരവാസികളായ നിങ്ങളെല്ലാവരും അതിനുത്തരവാദികളാണ്. അതുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും ഓരോ $1 വീതം പിഴയടക്കേണ്ടതാണ്. അങ്ങനെ അവിടെ കൂടിയിരുന്ന എല്ലാവരിൽ നിന്നും പിരിച്ചെടുത്ത ഏതാണ്ട് $50 നൽകിയാണ് ന്യായാധിപൻ ആ സ്ത്രീയെ യാത്രയാക്കിയത്. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം ഗത്യന്തരമില്ലാതെ ഒരാൾ കുറ്റവാളിയായി പോകുന്നുവെങ്കിൽ സമൂഹവും അതിന് ഉത്തരവാദിയാണ്. ദലൈലാമ്മ പറഞ്ഞതുപോലെ നമുക്ക് സന്തോഷമുണ്ടാകണമെങ്കിൽ നാം മറ്റുള്ളവരോട് കാരുണ്യം കാണിക്കണം. മറ്റുള്ളവർക്ക് സന്തോഷമുണ്ടാകണമെങ്കിലും നാം അവരോട് കാരുണ്യം കാണിക്കണം. ശുഭദിനം. ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത്വേണി ഹെയർ എലിക്സിയർ.